السلام عليكم ورحمة الله وبركاته. الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അനവധി രോഗങ്ങൾ, പുതിയതും പലതരത്തിൽ മാരകവുമായ ഒരുപാട് രോഗങ്ങൾ അല്ലാഹു ഭൂമിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പരീക്ഷണങ്ങളെയും നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്ത് രോഗങ്ങളില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളില്ലാതെ ആരും ഈ ലോകത്ത് നിന്ന് മരിക്കുന്നില്ല. ജീവിതം അവസാനിക്കുന്നിടയിൽ വിവിധതരം രോഗങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചിലർക്ക് മാരകമാണ്, ചിലർക്ക് നിസ്സാരമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ രോഗം അനുഭവിക്കാതെ ജീവിക്കുന്ന ആരും ഭൂമിയിലില്ല. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഅ് വദർക്കി ശഖാഅ് വശമാത്തത്തിലായത. ഇങ്ങനെ തുടങ്ങുന്ന ചില പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഅ്, പടച്ചോനെ പരീക്ഷണത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന മിൻ ജഹദിൽ ബലാഅ് വദർക്കി ശഖാഅ്, നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്, വശമാത്തത്തിലായത, നമുക്കൊരു അപകടം പറ്റുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്കുണ്ടാകുന്ന സന്തോഷം, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും, നമുക്ക് രോഗം വരുമ്പം നമ്മുടെ ശത്രുക്കൾക്ക് എന്തുണ്ടാവും? കുറച്ച് സന്തോഷം ഉണ്ടാവും. അത്തരം അവർക്കുണ്ടാകുന്ന സന്തോഷത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രോഗത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ, മനുഷ്യജീവിതത്തിൽ മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി, സ്വന്തം ശരീരം പരീക്ഷിക്കപ്പെടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട്, അല്ലേ? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, വിശ്വാസിക്കും വിശ്വാസിനെയും അല്ലാഹു മരണം വരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പരീക്ഷിക്കുന്ന വിഷയം ഫീ നഫ്സിഹി, സ്വന്തം ശരീരം. അതാണ് ഞാൻ പറഞ്ഞ രോഗം. സ്വന്തം ശരീരം രോഗാതുരമാകുക. വലദിഹി, മക്കളെ കൊണ്ടുള്ള പരീക്ഷണം. മാലിഹി, സമ്പത്തുകൊണ്ടുള്ള പരീക്ഷണം.
അങ്ങനെ ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു നിരന്തരമായി മനുഷ്യനിൽ നടത്തിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യൽക്കല്ലാഹ തആല മാ അലൈഹി ഖത്തിയ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു പാപവുമില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും. അപ്പം രോഗം വരുന്നത് എന്തിനാ? ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് നമ്മളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു മായ്ച്ചു കളയാൻ വേണ്ടിയാണ് പരീക്ഷണം നൽകുന്നത്. ആ പരീക്ഷണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സഹാബത്തിനോട് മിമ്പറിൽ കയറിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ അഫ്വ, നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, വൽ ആഫിയ, ആരോഗ്യത്തിനും. ലോകത്തിൽ അള്ളാഹു ചെയ്തു വന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. അത് ആരോഗ്യം പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ ആരോഗ്യമായിരുന്നു വലിയ അനുഗ്രഹം. കണ്ണ് കാണാണ്ടാവുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ, ചെവി കേൾക്കാണ്ടാവുമ്പോഴേ ചെവിൻ്റെ വില അറിയൂ, കൈകാലുകളുടെ ചലനം നിൽക്കുമ്പോഴേ ആ ചലിക്കുന്ന കാലിൻ്റെ അനുഗ്രഹം അറിയും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹിൻ്റെ അനുഗ്രഹം ഒരു 5 മിനിറ്റ് മാറി നിന്നിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല, കണക്കാക്കാൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹം റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഇല്ലാതെയാവുമ്പോൾ മാത്രമേ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പറഞ്ഞത്, സലുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം, അല്ല അഫ്വ, മാപ്പിന്. അത് കിട്ടേണ്ട വലിയ അനുഗ്രഹം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹ് മാപ്പാക്കാൻ വേണ്ടി നിരന്തരമായി ചോദിക്കണം. പിന്നെ വൽ ആഫിയ, ആരോഗ്യവും. അതോടൊക്കെ ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും പടച്ചോനെ ഒരാരോഗ്യവും സൗഖ്യവുമുള്ള ജീവിതം അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കണം. എന്ന് റസൂൽ പറയാം, ഫൈന അഹദക്കും യൂത്തി ബഅദൽ യഖീൻ, ഒരാൾക്ക് ദുനിയാവിൽ അള്ളാഹു ഈമാൻ കൊടുത്തതിന് ശേഷം അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഖൈറ മിനൽ ആഫിയ, ആരോഗ്യത്തെക്കാൾ. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തെക്കാൾ വലിയൊരു അനുഗ്രഹം അള്ളാഹു ആർക്കും കൊടുത്തില്ല. ഈമാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ട ആരോഗ്യം, ആ ഈമാൻ അനുസരിച്ചുള്ള അമൽ ചെയ്യാനുള്ള ആരോഗ്യമാണ് നമ്മുടെ. അപ്പം അത് അള്ളാഹിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു മിൻ ഹൗലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനകൾ, ഈ അഭയത്തേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നടത്തിയിരുന്നു. എന്തൊക്കെ? ഒന്ന് ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ വ ദർക്കി ശഖാ വ സൂഇൽ ഖലാ, ദുർവിധി ഉണ്ടാകുക, വ ശമാത്തത്തിലാകുക, ശത്രുക്കൾ സന്തോഷിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം അള്ളാഹു നൽകും. എല്ലാ രോഗവും അള്ളാഹു ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്, എല്ലാതരം രോഗവും. ഇപ്പം പുതിയ പുതിയ വൈറസുകളും രോഗങ്ങളും വേറുണ്ട് അല്ലേ? ഇതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? മാ അൻസലല്ലാഹു ദാഅൻ, ഒരു രോഗവും അള്ളാഹു ഇറക്കിയില്ല, ഇല്ല അൻസലല്ലാഹു ദവാൻ, മരുന്നിറക്കാത്ത ഒരു രോഗവും അള്ളാഹു ഭൂമിയിൽ ഇറക്കിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഫൈദാ ഉസീബ ദവാഉദ്ദാ, രോഗത്തിൻ്റെ യഥാർത്ഥ മരുന്ന് കണ്ടുപിടിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്താൽ ബരീഉം ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോട് രോഗം സുഖപ്പെടും. രോഗികളായ ആളുകൾ ഒരിക്കലും ഡോക്ടറിൽ തവക്കുൽ ചെയ്യാൻ പാടില്ല, മരുന്നിൽ തവക്കുൽ ചെയ്യാൻ പാടില്ല. എന്താ കാരണം? രോഗം മാറ്റേണ്ട ആരാ? മരുന്നുമല്ല, ഡോക്ടറല്ല. കാരണം ഇപ്പം കണ്ടില്ല, ഓരോ രോഗം വരുമ്പം രോഗം വന്ന അവസാനം എന്താ ഡോക്ടർമാരെന്നെ പറയാ? നിങ്ങളെ ആരോടാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഓരോട് പറഞ്ഞോളി, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ടുവന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറത്ത് ശുഅറയിൽ. അവിടെ പറയുന്ന ഒരു കാര്യം, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എന്നെ രോഗിയാക്കിയാൽ എന്നല്ല, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവൻ എനിക്ക് ശമനം നൽകുന്നു. അപ്പം അള്ളാഹുവാണ് ശമനം നൽകുന്നത്, അല്ലാണ്ട് ഡോക്ടറോ രോഗിയല്ല, മരുന്നുമല്ല. മരുന്നും ഡോക്ടറും ഒക്കെ സബബാണ്, കാരണങ്ങളാണ്. അതെന്തല്ല, രോഗം മാറ്റുമെന്നുള്ള ഒരിക്കലും അതിൽ തവക്കുൽ ചെയ്യാൻ പാടില്ല ഒരു വിശ്വാസിക്ക് രോഗം വന്നാൽ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം, അത്താ ഇബ്നു അബീ റബാഹിനോട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല ഇബ്നു അബ്ബാസ്, എന്നോടൊരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത്താ ഇബ്നു അബീ റബാഹ് പറയുന്നു, എന്നോട് ഇബ്നു അബ്ബാസ് ഒരിക്കൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗപ്രവേശനം കിട്ടിയ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. സ്വർഗത്തിൽ കയറുന്ന ഒരു പെണ്ണിനെ, ദുനിയാവിൽ വെച്ച് ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കുന്ന ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു തരട്ടെ വെച്ചാൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവരെ കാണാൻ പോകും അല്ലേ?
സ്വർഗം കിട്ടിയെന്ന് ഉറപ്പുള്ള ഒരു പെണ്ണെ പറ്റി പറഞ്ഞു തരാനാണ്, അതാ ചോദ്യം. ഫഖുൽത്തു, ഞാൻ പറഞ്ഞു. ആര്? അത്താബിൻ അബി റബാഹ് പറഞ്ഞു, ബല, തീർച്ചയായും എനിക്ക് കാണിച്ചു തരണം. കാല, അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കറുത്ത വർഗത്തിൽപ്പെട്ട ഈ പെണ്ണാണ്, അവൾ സ്വർഗത്തിലാണ്. അപ്പം നിറമല്ല, കാണാനുള്ള അഴകും കോലും ഒന്നുമല്ല സ്വർഗത്തിൽ കയറുന്നതിനുള്ള കാരണം. പിന്നെന്താ അവളെന്താ സ്വർഗത്തിൽ കിടക്കാൻ കാരണം റസൂലുള്ള പറയാണ്. അത്തത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ ഒരിക്കൽ നബീൻ്റെ അടുത്ത് വന്നു. ഫക്കാലത്ത് എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നി ഉസ്രവും, ഞാൻ ഇക്കാലമത്രയും അപസ്മാരം വളകിക്കൊണ്ടേയിരിക്കുകയാണ്. വെറുതെ നിൽക്കുമ്പോഴേക്കും എനിക്ക് അപസ്മാരമില്ലാത്ത സമയമല്ല, 24 മണിക്കൂറും അപസ്മാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി അത് തേടിയ റസൂലിൻ്റെ അടുത്ത് വന്നത് കേട്ടോ. അപ്പോൾ ഇനി അത്തക്കശഫു, എൻ്റെ വിഷയം അതല്ല, എൻ്റെ അപസ്മാരത്തേക്കാൾ എനിക്ക് പറയാനുള്ളത്, അപസ്മാരം വിളകി വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഫദുല്ലാഹ തആല ലി, നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പറയാനാണ് നബിൻ്റെ അടുത്ത് വന്നത്. നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. കാരണം മരുന്നൊക്കെ ഉപയോഗിച്ചു, അപസ്മാരം മാറുന്നില്ല. അപസ്മാരം ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെ, മാറുന്ന പരിപാടി വളരെ കുറവാണ്. അത് വന്നവൽക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പം നബി പറഞ്ഞു ആ പെണ്ണോട്, ഇൻ ഷീത്തി സബിർത്തി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ, വലക്കിൽ ജന്ന, സ്വർഗം നിനക്കുള്ളതാണ് ഉണ്ടോ. അപ്പോൾ ഒരു മാറാത്ത രോഗം നമ്മളെ തേടിയെത്തിയാൽ നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാക്കാം, എന്തുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ ഒരു സന്തോഷമല്ലേ? രോഗം വരുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല, അള്ളാഹുവിനെ പഴിക്കില്ല, വിധിയെ പഴിക്കില്ല. എത്രയോ ആർക്കും ചിലരൊക്കെ പറഞ്ഞെന്താ പറയുക, പഠിച്ചോനെ എനിക്ക് തന്ന ഈ രോഗം ദുനിയാവിൽ നീ ആർക്കും കൊടുക്കല്ലേ എന്നാണ്. എൻ്റെ അർത്ഥം എന്താ? എനിക്ക് തന്ന സ്വർഗം ഈ വേറെ ആർക്കും കൊടുക്കല്ലേ എന്ന്, അല്ലേ? യഥാർത്ഥത്തിൽ രോഗം വന്ന അവിടെ എന്താ പറയുക? നിങ്ങൾ ക്ഷമിച്ചോളി, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്, വലക്കിൽ ജന്ന. അപ്പം അവരെന്താ പറഞ്ഞത്? അത് മാത്രമല്ല, സ്വർഗമില്ല എന്ന് മാത്രമല്ല, സ്വർഗം ഉണ്ടെന്ന് മാത്രമല്ല, വല ഹിസാബ, ഒരു വിചാരണ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും അള്ളാഹു വിചാരണ ചെയ്യാണ്ട് സ്വർഗത്തിൽ കേട്ടു. എന്താ കാരണം? മാരകമായ രോഗം എന്താ കേട്ടോ. അപ്പോൾ അവർ പറയാം, ഒയിൻ ഷീത്തി ദാവത്തുള്ള, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് ദ്വാരക്കാം, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ, ഏതാ വേണ്ട ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറയാം ഫക്കാലത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം നബിയെ, എനിക്ക് സ്വർഗം മതി ഉണ്ടോ, എനിക്ക് സ്വർഗം മതി, ഞാൻ രോഗം ക്ഷമിച്ചോളാം. ഫക്കാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു റസൂലിനോട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇനി അത്തക്കശഫു, എനിക്ക് എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചുള്ള അറിയാലോ, അപസ്മാരം ഇളകി വീഴുമ്പോൾ ഔറത്തൊക്കെ വെളിവാകുന്നതിന് എനിക്ക് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഫദുല്ല, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണ്ട്, അല്ല തക്കശഫ, എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫദഅലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ആ രോഗം മാറുകയല്ലേ ചെയ്തത്, പകരം അവളെ സംബന്ധിച്ചോളം അവളുടെ ഔറത്ത് വെളിവാകാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിക്കൊടുത്തു. മരണം വരെ ആ സ്ത്രീ അപസ്മാര രോഗവുമായി കഴിഞ്ഞുകൂടെ ചെയ്തത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലക്കിൽ ജന്ന, ക്ഷമിക്കണം. അതാണ് ഇസ്ലാമിലെ നിയമം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹിൻ്റെ വിധിയാണ്. പലപ്പോഴും നമ്മൾ അറിയാറുണ്ട്, അപ്പം ചിലർക്ക് മാരകമാണ്, എന്നാൽ വളരെ ചെറിയ രോഗങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ. ഏത് അവയവങ്ങളാണ് നമുക്ക് രോഗമില്ലാണ്ട് ദിവസമുള്ളത്? ഒന്നുകിൽ പല്ലുവേദന, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ മുട്ടുവേദന, അല്ലെങ്കിൽ കാലിൻ്റെ അടി നിലത്ത് വെക്കാൻ വയ്യ, അല്ലേ? അല്ലെങ്കിൽ കഴുത്തിരിക്കാൻ വയ്യ. ഇങ്ങനെ ഏതെങ്കിലും രോഗമില്ലാത്തവരാരാ? അപ്പോൾ നമ്മൾ അസ്വസ്ഥരാകുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഈ രോഗം തരുന്നതിനാ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളിയാണ്. ഒന്നത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രോഗം വരുമ്പോൾ ഈ രോഗികളായ ആളുകളോട് പറയേണ്ട അതാണ്, ലാ ബഅസ ഇൻഷാ അല്ലാഹ് തഹൂർ, അള്ളാഹു ശുദ്ധീകരിക്കും. രോഗം മാറ്റുന്നല്ല, അള്ളാഹു ശുദ്ധീകരിക്കും. രോഗം തരുന്നതെന്തിനാ? നമുക്ക് ശുദ്ധീകരണം വരാനാ, നമ്മളുടെ ചെറുപ്പം നമ്മളെ ബോധ്യപ്പെടുത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം അനുഗ്രഹങ്ങളുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് കണ്ണ് കാണൂല്ലെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ രോഗികളെ ഇപ്പോൾ ഈ പാലിയേറ്റീവ് ഒക്കെ ഉണ്ടല്ലോ, പാലിയേറ്റീവ് അങ്ങനത്തെ സ്ഥാപനം ഉണ്ടല്ലേ,
അവിടെയൊക്കെ എന്താ രോഗികൾക്ക് സമാധാനം ഉണ്ടാക്കാൻ ഒന്നുകിൽ പാട്ട് പാടുക, ഓലെക്കൊണ്ട് പാടിപ്പിക്കുക, അല്ലെങ്കിൽ ഓൽക്ക് പാട്ട് പാടി കൊടുക്കുക, അല്ലേ അല്ലേ അല്ലെങ്കിലോ ഓൽക്ക് ടി വി വെച്ച് കൊടുക്കുക, നല്ല സിനിമ, നല്ല സീരിയൽ. ഏത് ഈ മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് കേട്ടില്ലേ? ചില രോഗികൾ ഹോസ്പിറ്റലിൽ വരെ അഡ്മിറ്റ് ചെയ്താൽ മൊബൈലും വെച്ച് സിനിമ ആണ് ചെയ്യുക. വലിയ രോഗിയാണ്, പക്ഷെ ഓനക്ക് അസ്വസ്ഥനാണ്. അപ്പം ആളുകൾ എന്താ പറയുക, ഒരു സമാധാനം കിട്ടിക്കോട്ടെ, സിനിമ ഉണ്ടാവട്ടെ എന്ന്, അല്ലേ? ഉണ്ടാകുന്ന അവിടെ നിന്നോളല്ലോ. റസൂലുള്ള പറഞ്ഞാൽ എന്താ അറിയോ? വിധിയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കണം. ഒമിൻ സആദത്തി ഇബ്നു ആദം, ആദമിൻ്റെ മക്കളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്ത്? റിലാഹു ബിമാ ഖലല്ലാഹു ലഹു, അള്ളാഹുവിൻ്റെ വിധിയിൽ അവൻ തൃപ്തിപ്പെടൽ. അള്ളാഹിൻ്റെ വിധിയാണ്, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞാലേ സ്വർഗം കിട്ടൂ. അല്ലാണ്ട് സിനിമയും കണ്ട് സീരിയലും കണ്ട് ടൈമിട്ടാളുക എന്നുണ്ട്. അങ്ങനെ വേദന കുറയ്ക്കാൻ വേണ്ടി പാട്ട് പാടുക. വേദന കുറക്കാൻ എന്താ ഈ ഖുർആൻ ഓതാഞ്ഞി? എൻ്റെ പരിസരത്ത് വരെ ഖുർആനില്ലല്ലോ. അപ്പം എനിക്ക് വേദന കൂടുക. എന്താ കാരണം? എൻ്റെ കൽബിൽ ഈമാനില്ല. കൽബിൽ ഈമാനില്ലാത്തവനക്ക് ഖുർആൻ കേട്ടാൽ സമാധാനം ഉണ്ടാവില്ല, അല്ലേ? അലാ ബിദിക്രില്ല, അള്ളാൻ്റെ ഖുർആൻ കൊണ്ട് എന്തുണ്ടാവുള്ളൂ? തുത്തുമൈനുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം ഉണ്ടാവും അല്ല പറയാം. നമ്മളോ നമുക്ക് സിനിമ ഉണ്ടാലേ, അല്ലെ പാട്ട് പാടിയാലേ, അല്ലെ പാട്ട് പാടിക്കൊടുക്കണം. ചിലവർ വില കൊണ്ട് പാടിപ്പിക്കുന്നു. ചാനലുകാരൊക്കെ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം വൈറലാക്കും, അല്ലേ? എന്നിട്ടോ അപ്പം നമുക്ക് തോന്നുന്നത് നല്ല ആളുകളാട്ടോ ചാനലുകാരൊക്കെ. ചാനലുകാർ ഇത് പ്രചരിപ്പിക്കുക. ഇവിടെ ഇല്ലാത്തവരെ പാലിയേറ്റീവ് ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ഓലും കൂടി ഈ രോഗത്തിന് പാട്ട് ചികിത്സ ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അള്ളാൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ഏത് രോഗം വന്നാലും, ഇപ്പം നമ്മൾക്കൊക്കെ രോഗം വന്നാൽ നമ്മളെന്താ പറയുക, വല്ലാത്തൊരു കോളായിപ്പോയി, എന്നോട് അള്ളാഹു ചെയ്യേണ്ടില്ലേ ഇതിങ്ങനെ, അല്ലെ? മനസ്സ് തോന്നൂലേ, എന്നോട് അള്ളാഹു ഇങ്ങനെ ചെയ്യേണ്ടില്ലേന്ന്. കാരണം ഞാൻ അള്ളാൻ്റെ പള്ളിയേറ്റും ദീനേറ്റും നിസ്കാരേറ്റും നോമ്പേറ്റും എന്നെക്കൊണ്ടാവും വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോടിത് ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാം. അതെന്താ കാരണം? അത് വിധിയുള്ള തൃപ്തിക്കുറവാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യവാൻ റിലാഹു ബിമാ ഖദ്ദമല്ലാഹു, ബിമാ ഖലല്ലാഹു ലഹു, അള്ളാഹു അവന് വിധിച്ച വിധിയിൽ അവന് തൃപ്തി ഉണ്ടാവണം. ഒമിൻ ഷക്കാവത്തി ഇബ്നു ആദം, ആദമിൻ്റെ മക്കളുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം സുഖ്തുഹു ബിമാ ഖലല്ലാഹു ലഹു, അള്ളാഹു വിധിച്ച വിധിയിൽ വെറുപ്പുണ്ടാകുക. അത് നിർഭാഗ്യമാണ്. കാരണം സ്വർഗം പോയി. സ്വർഗമാണ് ഇത് വേണം നമുക്ക്. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ പരീക്ഷണത്തിൽ നല്ല ക്ഷമ വേണം കേട്ടോ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമികമായ നിയമങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഈ ലോകത്ത് ഒരാളുമില്ല, മരിക്കും വരെ ഒരു രോഗമല്ലേ മറ്റൊരു രോഗം ഇല്ലാത്ത ഒരാളും ദുനിയാവില്ല കേട്ടോ. ആരുമില്ല. ഹോസ്പിറ്റലുകൾ തന്നെ കൂന് പോലെ പൊന്തുക, ഡോക്ടർമാരുടെ എണ്ണവും കൂടുകയാണ്. പക്ഷെ രോഗം അങ്ങനെ തന്നെ എടുക്കുക. രോഗം മരുന്ന് കുടിച്ച് അതിൻ്റെ സൈഡ് എഫക്ട്സ്. ഇപ്പോൾ ഡോക്ടർമാരോട് രോഗികൾ ചെന്ന് പരിശോധിക്കുമ്പോൾ ചോദിക്കലുണ്ടാ, ഡോക്ടർ ഈ ടാബ്ലറ്റ്സ് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? കാരണം അവനറിയാം തലവേദന മാറിയിട്ട് വയറുവേദനാവുന്നു ഈ ഗുളിക അടിച്ചാൽ, അല്ലേ? 90% മെഡിസിൻ എന്തുണ്ട്? സൈഡ് എഫക്റ്റ് ഉണ്ട്. അത്തരം അവസ്ഥയിലാണ് ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നക്കും, സൂറത്ത് കഹ്ഫിലെ ആയത്തെന്താ? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തല്ലഹാ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തല്ലഹാ. ഈ ദുനിയാവിൽ അള്ളാഹു ഒരുപാട് സീനത്ത് വെച്ചിട്ടുണ്ട്. അലങ്കാരങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തീർക്കാനുള്ള സ്ഥലവും ഭൂമിയാണ്. എന്തിനാ അതൊക്കെ വെച്ചത്? ഈ അലങ്കാരങ്ങൾ. ദുനിയാവിലെ അലങ്കാരം മുഴുവൻ അള്ള വെച്ചു എന്ന് പറഞ്ഞു. നമ്മളാരുണ്ടാക്കിയല്ല. നമ്മൾ അല്ലാണ്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഇത് പുതിയ വൈബാണ്. ഇതൊക്കെ അള്ള വെച്ചതാ ഭൂമിയിൽ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തല്ലഹ. എന്തിന്? ലിനബ്ലുവഹും, പരീക്ഷിക്കാൻ വേണ്ടി. കണ്ടോ? പരീക്ഷിക്കാനാ. അയ്യുഹും അഹ്സനു അമല, ആരാണ് ഈ വളരെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഈ ഭൂമിയിലെ സുഖവും സന്തോഷവും നൊട്ടി തുണച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് ഇത്തക്കു ദുനിയ, ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ, നരകത്തിലെത്തും ദുനിയാവിനെ സൂക്ഷിച്ചില്ലേ. ഒത്തക്കു നിസാ, പെണ്ണുങ്ങളെ സൂക്ഷിച്ചു. രണ്ടും ആണുങ്ങളോടാണ് പറഞ്ഞത്. സ്ത്രീകളെയും സൂക്ഷിക്കണം, ദുനിയാവും സൂക്ഷിക്കണം. എന്താ കാരണം? നരകം ഉറപ്പാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ചെന്ന് പെടുന്ന നമ്മളെ കെണി അതാണ്. അതുകൊണ്ട് സമ്പത്തിനും, ദുനിയാവ് കാരണം സമ്പത്താണ്, അതൊക്കെ അള്ളാഹു എന്തിനു വെച്ചാൽ നമ്മളെ പരീക്ഷിക്കാൻ, അല്ലേ? ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ,
ചില വസ്തുതകളാൽ നാം നിങ്ങളെ പരീക്ഷിക്കും. മിനൽ ഖൗഫ്, അല്പം ഭയം. ഇപ്പം ചിലക്കിടക്കിടക്ക് നമ്മൾ ഭയം ഉണ്ടാവില്ലേ ഉള്ളിൽ? ഇപ്പം ഇന്ത്യ രാജ്യത്ത് നമ്മൾ പോണ്ടി വരുമോ? ഒരു ഭയം അല്ലേ? ഓൽ ജൂ, ചില രാജ്യത്തുള്ള ആളുകൾക്ക് പട്ടിണി അല്ലേ? ഓ നക്സി മിനൽ അംവാൽ, സമ്പത്തുണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് സമ്പത്ത് ഇല്ലാണ്ടാക്കുമല്ല. ഒരുപാട് ഉയരങ്ങളിൽ ജീവിച്ച ആളുകളെ പെട്ടെന്ന് അല്ലാഹു താഴ്ത്തിയിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കോളും. പിന്നെ ഒൽ അംഫുസ്, വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വീട്ടിൻ്റെ നെടുന്തൂണുകൾ അല്ലാഹു അങ്ങോട്ട് കൊണ്ടുപോവുക. ഒ സമറാത്ത്, അവനവനുണ്ടായിരുന്ന എസ്റ്റേറ്റുകളും കൃഷിയിടങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ ഒന്നുമില്ലാതാവുക. അതൊക്കെ അല്ല നൽകുന്ന പരീക്ഷണമാണ്. എന്നിട്ട് എന്താ പറയാ? ഇതൊക്കെ തരുമ്പോൾ അല്ല പറയാ ഓ ബഷീരി സ്വാബിരീൻ, ക്ഷമാശാലികൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷം അറിയിച്ചാൽ. ഇതൊക്കെ അനുഭവിച്ചാൽ, ഏത് സാമ്പത്തിക രംഗത്ത് പ്രയാസം, ശാരീരിക രംഗത്തുള്ള രോഗം, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് വേണം? നമ്മൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളണം. അതല്ല പറയുന്നതാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് ഒരാപത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ സ്വത്ത് നഷ്ടപ്പെട്ടതല്ല, ഈ രോഗം വന്നത് മാത്രമല്ല, നമ്മൾ തന്നെ അള്ളാഹിലേക്ക് മടങ്ങേണ്ടവരാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഏത് വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ പറയുന്നവർക്ക്, എങ്ങനെ പറഞ്ഞവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരിഞ്ഞു മുറുക്കിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും. പിന്നെ വ റഹ്മത്തുൻ, കാരുണ്യവും. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സന്മാർഗികൾ അവരാണ്. ഏത് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഇതെന്തിനാ ഈ പരീക്ഷണം അല്ല തരുന്നത്? അല്ല പറയാം. സൂറത്ത് മുഹമ്മദിൽ അല്ല പറയുന്നു വല നബ്ലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുജാഹിദുകൾ ആരാന്ന് വേണ്ടി പരിശോധിക്കുക. മുജാഹിദ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് സംഘടനാ മുജാഹിദാണ്. സംഘടനാ മുജാഹിദല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ത്യാഗപരിശ്രമം നടത്തുന്നവർ. എന്തിന് ത്യാഗപരിശ്രമം നടത്തുക? ത്യാഗപരിശ്രമം എന്തിനാ നടത്തുന്നത്? നമ്മൾക്ക് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മളെ വരിഞ്ഞു മുറുക്കിയപ്പോൾ നമ്മൾ ത്യാഗം ചെയ്യുന്നു. ഈ ഖളാവിൻ്റെ നേരെ സബറോടുകൂടി നിൽക്കണമെങ്കിൽ നല്ല ത്യാഗപരിശ്രമമാണ്, അതിനുവേണ്ടിയാണ്. പിന്നെ വസ്സാബിരീൻ, ക്ഷമാശാലികളെയും, നിങ്ങളിലുള്ള ക്ഷമാശാലികളെയും നിങ്ങളിലുള്ള ത്യാഗപരിശ്രമം നടത്താൻ തയ്യാറുള്ളവരെയും പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വ നബ്ലുവ അഖ്ബാറക്കും, ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസമൊക്കെ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സംസാരം അതും പരീക്ഷിക്കുക അല്ലേ? അങ്ങനല്ലേ? ഇപ്പം നമുക്ക് നല്ല അനുഗ്രഹം ഉണ്ടായാൽ നമ്മളെ സംസാരം മാറും അല്ലേ? നമ്മൾ ദുഃഖം വന്നാലോ, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നിരന്തരമായ ദുഃഖം വന്നാൽ നമ്മളെ സംസാരം മാറും. നിരന്തരമായ അനുഗ്രഹമുള്ളവരോ ഓല സംസാരം എന്താ? അനുഗ്രഹമുള്ളവരോ എപ്പോഴും പറയാം അൽഹംദുലില്ലാ അല്ലേ? ചിലർ അനുഗ്രഹമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിലർ അറബി ചോദിക്കും കൈഫൽ ഹാൽ, അപ്പം മൂപ്പര് പറയും അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രോഗവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരിഞ്ഞു മുറുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അള്ളാഹ്ക്ക് സ്തുതി. അതാ വേണ്ടത്. നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയില്ല, നമ്മൾ അത്രയും പ്രയാസമായിരിക്കും. അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പറയുന്ന ആളുകളെ പരിശോധിക്കാനായിട്ട് അള്ളാഹു 2 മലക്കുകൾ അയക്കും. കേട്ടോളെ. അങ്ങനെ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീടുകളിലോ വളരെ മാരകമായ രോഗം അനുഭവിച്ച് വേദനയോടുകൂടി കഴിയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഇതാ മരിദൽ അബ്ദു, ഒരു മനുഷ്യൻ രോഗിയായാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ, 2 മലക്കുകൾ അള്ളാഹു അവനിലേക്ക് അയക്കും. ഫഖാലലിൽ മലായികത്തിൻ്റെ മലക്കുകളോട് അള്ളാഹ് പറയും, ഉൻലുറ മാതാ യഖൂലി ഉവ്വാദി, നിങ്ങൾ 2 പേരും ശ്രദ്ധിക്കണം. എന്ത്? അയച്ച 2 മലക്കുകളോട് പറയാം. എന്താ ശ്രദ്ധിക്കേണ്ടത്? മാതാ യഖൂലി ഉവ്വാദി, ഈ രോഗിയെ കാണാൻ വരുന്ന സന്ദർശകരോടൊക്കെ ഇവൻ എന്താ പറയുന്നത്? ആര്? ഈ രോഗിയെ അല്ലേ? നമ്മൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോഴാണല്ലോ വർത്താനം പറയാം. അതെന്താ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫൈൻ ഹുവ ജാവുഹു ഹമിദല്ലാ, അവർ വന്നപ്പോൾ അവർ
രോഗം സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞു അൽഹംദുലില്ലാ, എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോഴേ സന്ദർശകർ ചോദിച്ചപ്പോൾ ഹമിദല്ല, പിന്നെ വസ്ന അലൈഹി സുബ്ഹാനല്ലാ, അള്ളാനെ വാഴ്ത്തി പുകഴ്ത്തി. ആര്? ഈ രോഗിയെ അങ്ങനെ ചെയ്തോ എന്നാ നോക്കണം. അപ്പോഴോ ഈ രണ്ട് വാക്കുകളും അള്ളാനെ വാഴ്ത്തിയ പദങ്ങളും അള്ളാനെ സ്തുതിച്ച പദങ്ങളും ആ രണ്ട് മലക്കുകൾ റഫഅദാലിക്കയിലല്ല, നമ്മൾ പറഞ്ഞ ആ രണ്ട് വാക്കും അള്ളാഹുലേക്ക് വാനമുയരും, മലക്കുകൾ അള്ളാഹിലെത്തിക്കും. ഈ രണ്ട് വാക്കുകൾ കേട്ടോ. എന്നിട്ടോ ഇൻ തവഫൈതുഹു, ആ നിലക്ക് അവൻ മരിച്ചാൽ എങ്ങനെ? അള്ളാനെ വാഴ്ത്തി പുകഴ്ത്തി ഹംദൊക്കെ ചെയ്ത് ഈ ഭയങ്കര വേദന അനുഭവിക്കുക, ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, ദിക്റുകളാ പറഞ്ഞു എങ്കിൽ അള്ളാഹു പറയാ ഇൻ തവഫൈതുഹു ഉദ്ഖിലഹു അൽ ജന്ന, അവനെ ഞാൻ ആ രോഗത്തിൽ ഞാൻ മരിപ്പിക്കുകയാണെങ്കിൽ ഉദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ കയറ്റും. ഉണ്ടോ? ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ മരിക്കും അല്ലേ, അതുറപ്പല്ലേ? ഒന്നുകിൽ രോഗം നിമിത്തം, അല്ലെങ്കിൽ നിരന്തരമായിട്ട് വേദന അനുഭവിച്ചിട്ട്, അല്ലെങ്കിലോ അവസാന വേദന. മിക്കവാറും ആളുകൾ പലതരം അസ്വസ്ഥരാണ്, പലതരം രോഗത്താൽ. പക്ഷെ രോഗമുള്ളവരെല്ലാം ചിന്തിക്കേണ്ടത് പടച്ചോനെ എനിക്ക് സ്വർഗം തരാമെന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? നല്ല സബൂറ് വരും കേട്ടോ. അതാ പറഞ്ഞത്, ഞാൻ ആ രോഗത്തിൽ, ചില ആളുകൾ രോഗത്തോട് കേട്ട് മരിക്കലല്ലേ, ചിലർക്ക് ബോധം പോലും ഉണ്ടാവില്ല, മരിക്കുന്നവരെ ഉണ്ടാവില്ലേ? എത്രയോ ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ബോധം വരുമ്പം നമ്മളെന്ത് ചെയ്യും? നിസ്കരിക്കാൻ പറയും അല്ലേ? എൻ്റെ ഒന്നും ആവശ്യമില്ല. അവനെ സംബന്ധിച്ചോളം അവൻ ആരോഗ്യമുള്ള സമയത്ത് നമസ്കരിച്ചവനാണോ, നോമ്പ് നോറ്റവനാണോ, അള്ളാഹിൻ്റെ ഖുർആൻ ഓതിയവനാണോ, പഠിച്ചവനാണോ എങ്കിൽ അവൻ ഈ രോഗിയായി കിടക്കുമ്പോഴും അള്ളാഹു അതേ കൂലി അവന് കൊടുത്തുകൊണ്ടിരിക്കും, അതേ പ്രതികളും. അല്ല വെറും കാസറ്റും കണ്ട് സിനിമയും കണ്ട് ആർഭാടവും സന്തോഷവും പങ്കിട്ടെടുത്ത് ഉള്ള എല്ലാ തക്കാരും ഉള്ള എല്ലാ കല്യാണത്തിനും നടക്കുകയാണെങ്കിലോ, എന്നിട്ടോ അവൻ രോഗിയാണെങ്കിലോ ഓനക്കൊന്നും അള്ളാഹു എന്താക്കൂല, ഒരു രക്ഷയുണ്ടാവില്ല. ഓൻ ചെയ്ത എല്ലാ പാപങ്ങളും അതോടുകൂടിയാണ് പോവുക. എല്ലാം എന്തായി മാറും? ഹബാ മൻസൂറാന്നാ ഖുർആൻ പറഞ്ഞത് അല്ലേ? വിതറിയ ധൂളി പോലെ ഇപ്പോൾ ഓൻ്റെ സൽക്കർമ്മം ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? റസൂലുള്ള പറയുന്ന ആ രോഗത്തിൽ ഞാൻ അവനെ മരിപ്പിക്കുകയാണെങ്കിൽ ഉദ്ഖിലഹുൽ ജന്ന. ഇനിയോ വൈൻ അന ഷഫൈതു, ഞാൻ ആ രോഗത്തിൽ നിന്ന് അവനെ ശിഫ നൽകുകയാണെങ്കിൽ, ഞാൻ അല്ലാഹ് പറയാം വൈൻ ഷഫൈതു, ഞാൻ അവന് ശിഫ നൽകുകയാണെങ്കിലോ, ആ രോഗം മാറ്റി. എന്നാലോ അൻ ഉബ്ദിലഹു ലഹ്മൻ ഖൈറ, നല്ല ആരോഗ്യമുള്ള ശരീരം ഞാൻ കൊടുക്കും. അങ്ങനെ ഈ ഹംദ് ചെയ്തവൻക്ക് രോഗിയായി കിടന്നപ്പോഴേ ഹംദ് പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കാണാൻ വന്നവരോടെ. അവർ അല്ലാണ്ട് അവിടെ വന്ന നമ്മളൊക്കെ എന്താ ചെയ്യുക? കരഞ്ഞിങ്ങനെ പറയാം, എന്ത് പടച്ചോനെ എനിക്ക് തന്ന രോഗം നിങ്ങൾക്ക് ആർക്കും തരാണ്ടക്കട്ടെ, ഞാൻ അങ്ങനെ തോരുന്നുണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് ഹംദും ഒക്കെ നിർവഹിക്കുകയാണെങ്കിലോ, അള്ളാഹു രോഗം മാറ്റുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അൻ ഉബ്ദിലഹു ലഹ്മൻ ഖൈറ, ഉത്തമമായ ആരോഗ്യം ഉള്ള ശരീരം കൊടുക്കും. പിന്നെ വ ദമൻ ഖൈറൻ മിൻ ദമി, നല്ല അനുഗ്രഹീതമായ ബ്ലഡും അതും കൊടുക്കും. ഈ ബ്ലഡാണല്ലോ രോഗം ഉണ്ടാക്കുന്നത്. പല രോഗം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യണം എങ്ങനെ? ബ്ലഡിലല്ലേ? ബ്ലഡ് ചെക്കിയിട്ടാണല്ലോ രോഗം കണ്ടുപിടിക്കുന്നത്, ഇന്ന രോഗം അല്ലേ? അപ്പോൾ ആ ബ്ലഡിൽ രോഗം കണ്ടുപിടിച്ചാൽ ശരീരം എന്ത് ചെയ്യും? അതിനെ ബാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഞാൻ അവനക്ക് രോഗം മാറ്റി കൊടുക്കുകയാണെങ്കിൽ അൻ ഉബ്ദിലഹു ലഹ്മൻ ഖൈറൻ മിൻ അഹ്ലി, അവന് രോഗമുള്ള അവസ്ഥയിലുണ്ടായിരുന്ന ശരീരത്തെക്കാൾ ഉത്തമമായ ശരീരം ഞാൻ കൊടുക്കും. പിന്നെ വ ദമൻ ഖൈറൻ മിൻ ദമിഹി, അവൻ്റെ ശരീരത്തിൽ രോഗിയാകുന്നത് വരെ ഓടിക്കൊണ്ടിരുന്ന രക്തത്തെക്കാൾ ഉത്തമമായ രക്തം ഞാൻ അവനക്ക് പ്രദാനം ചെയ്യും. എന്ന് മാത്രമല്ല, ആ പദ്ധതിയുടെ അർത്ഥം നല്ല ആരോഗ്യം കൊടുത്തു അല്ലേ? രോഗം മാറി വരുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും. അതോടൊപ്പം വ നുക്കഫിർ അൻഹു സയ്യാത്തി, അവൻ്റെ തിന്മകളെല്ലാം ഞാൻ മായ്ച്ചും കളയും. ഇപ്പം എന്തൊക്കെ കിട്ടി അല്ലേ? എന്താ ഉണ്ടായത്? എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്ത കർമ്മം എന്താ? നമ്മളെ കാണാൻ വന്ന രോഗികളോട്, കാണാൻ വന്ന നമ്മുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടും അയൽവാസികളോടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? അള്ളാഹു എനിക്ക് ഈ രോഗം തന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, കാരണം എനിക്കൊരു സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദാ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സ്വർഗം മതി. നേരത്തെ കറുത്ത വർഗത്തിലെ നീഗ്ര വർഗത്തിൽപ്പെട്ട ആ സഹോദരി പറഞ്ഞില്ലേ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി, എനിക്ക് വിചാരണ വേണ്ട എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഈമാനികമായ ആവേശം നമുക്കുണ്ടാവണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരിക്കൽ ഖുദ്സിയായ ഒരു ഹദീസിൽ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്,
അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിച്ചു. ആര്? ഷദ്ദാദ് ബിൻ ഔസ്. സാറ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു മരീദൻ ഫഖാല. അപ്പം അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, ഖുർസി ഹദീസ. അല്ലാഹു തആല പറയുന്നു, എന്താ പറഞ്ഞത്? ഇന്നി ഇദബ്തലിതു അബ്ദൻ മിൻ ഇബാദി മുഅ്മിനൻ, എൻ്റെ വിശ്വാസിയായ ഒരു അടിമയെ ഞാൻ ഏതെങ്കിലും നിലക്ക് അല്ലാഹു പറയാം, ഞാൻ പരീക്ഷിച്ചാൽ ഫൈന്നഹു യഖൂം മിൻ മൽജഇഹി ദാലിക, അവൻ ഒരു രോഗം കൊടുത്ത് ഞാൻ പരീക്ഷിച്ചു, എന്നാൽ അവനെ ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എങ്ങനെ? കയൗമി വലദത്തുഹു ഉമ്മുഹു മിനൽ ഖത്തായ, അവൻ്റെ ഉമ്മ പ്രസവിച്ച അന്നത്തെ അതേ പരിശുദ്ധിയോട്ട് എല്ലാ പാപങ്ങളും നീക്കിക്കളഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വലിയ രോഗത്തിൽ നിന്ന് അയാളെ എഴുന്നേൽപ്പിക്കുക. അത്തരം ഭാഗ്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകേണ്ടത്. രോഗം നമുക്ക് തന്നാൽ ഈ നിലക്കുള്ള ഭാഗ്യം നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് ചില്ലറ ഭാഗ്യമല്ല റസൂലുള്ളാഹി വിശദീകരിക്കും അല്ലേ. ഇനിയോ ഫയഖൂലുല്ലാഹു തആല, ഇനിയാ കേൾക്കേണ്ടത്. അപ്പോൾ ഇവൻ എന്താക്കി? അള്ളാഹു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഫൈനഹു യഖൂമു മിൻ മൽജഇഹി ദാലിക, ആ ബെഡിൽ നിന്ന് അവൻ എഴുന്നേൽക്കും. എങ്ങനെ? ഏറ്റവും അനുഗ്രഹീതമായി. അതെങ്ങനെ? കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച നാളിലെ പരിശുദ്ധി വിട്ടു. എന്തിൽ നിന്ന്? എന്താ കാരണം? ഉമ്മ പ്രസവിച്ച നാളിൽ ഒരു കുറ്റവും തെറ്റവും ചെയ്തില്ല. അങ്ങനത്തെ വിശുദ്ധി. സാധാരണ അത്തരം കൂലിയൊക്കെ പറഞ്ഞ ഹജ്ജിനാ അല്ലേ, രോഗത്തിന് അവിടെ പറഞ്ഞു. ഒരു രോഗത്തിന് അപ്പം എന്ത് മനസ്സിലായി? പരീക്ഷണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ചില്ലറ അനുഗ്രഹങ്ങളല്ല അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഇനി രോഗം വരാൻ വേണ്ടി തേർക്കണ്ട കേട്ടോ. ഇനി ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ എന്നാൽ പിന്നെ രോഗം വന്നോട്ടെ എന്ന് തേർക്കണ്ട. രോഗം തേർക്കാൻ പാടില്ല, അത് റസൂലുള്ളാഹി വേറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായിരുന്നാലും വന്നാൽ, രോഗം വന്നാൽ വരാതിരിക്കൂല. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ, ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ദുനിയാവിൽ അള്ളാഹു നിരന്തരമായി പല രോഗങ്ങൾ, ഒന്നല്ലെങ്കിൽ അല്ലേ, ഒന്നുമില്ലെങ്കിൽ ഗട്ട് തയ്യാറായി, വയറ്, ഗ്യാസ്. അപ്പം എന്തായി? ഗ്യാസ്ട്രോളജിയിലെത്തുപോയി അല്ലേ. ഒരു രോഗമില്ലേ അല്ലേ. അപ്പം എന്തെങ്കിലും തന്നുകൊടുക്കും, അവിടെയൊക്കെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാം കേട്ടോ. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇപ്പറ്റ കുട്ടിയെപ്പോലെ ആക്കിയിട്ടേ ഫയഖൂലുല്ലാഹു ലിൽ മലായിക്കത്ത്, പിന്നെ മലക്കോട് അള്ളാഹ് പറയും. നിങ്ങൾ അറിയേണ്ടത് ഖുർസി ഹദീസാട്ടോ. അള്ളാഹ് പറയാം, റസൂലല്ല, നേരിട്ട് അള്ളാഹ് പറയാം. അന കയ്യൽതുഹു അബ്ദി, ഞാൻ എൻ്റെ അടിമയെ ഇത്രയും കാലം ബെഡിൽ ബന്ധിച്ചു. അങ്ങനെ കയ്യൽതുഹു, ഞാൻ അവനെ ബന്ധിച്ചു. അബ്ദി, എൻ്റെ അടിമയെ. നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ആൾക്കാരെ? നമ്മൾ പറയില്ലേ എത്ര കൊല്ലായി കിടക്കുന്നു അല്ലേ. ഒരു ബോധമില്ലാണ്ട കിടക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ബോധത്തോടു കൂടി തന്നെ അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന എത്ര ആളുണ്ട് ഇല്ലേ. കാലെല്ലാം പൊന്തിച്ചു വെച്ച് അല്ലേ, അങ്ങോട്ട് തിരിയാൻ വയ്യ ഇങ്ങോട്ട് തിരിയാൻ വയ്യ, ആ നിലക്ക് ഞാൻ ഓനെ ബന്ധിച്ചു. അല്ല പറയാം കയ്യൽതുഹു അബ്ദി ഒബ്തലീതുഹു, എന്നിട്ട് ഒരുപാട് പരീക്ഷിച്ചു അവനെ. അതുകൊണ്ട് ഇത് വേണം, ഫൗജുറു ലഹു കമാ കുൻതും തൂജറു ലഹു സഹിയ, അവൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെപ്പോലെ തന്നെ 5 വക്ത് നിസ്കാരത്തെ കൂലി എഴുതണം. മനസ്സിലായോ? അങ്ങനെ നോമ്പ് കാലത്ത് കെടുക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ 30 ദിവസത്തെ കൂലി കൊടുക്കണം, എഴുതാനാ പറഞ്ഞത്. മലായിക്കത്തിലൂടെ അല്ല പറയാം. നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, 30 എണ്ണം നോമ്പിൻ്റെ കൂലി. നമ്മൾ നോമ്പ് നോറ്റാൽ തന്നെ കിട്ടൂല, കാരണം നമ്മൾ ഒന്നുമില്ല പൂക്കിയിട്ട് അടങ്ങുള്ളൂ. തിന്നിട്ടും കുടിച്ചിട്ടല്ല, ഏറ്റവും ചുരുക്കം ആരെയിൽ ഗീബത്ത് വരണ്ടെങ്കിൽ അതിൻ്റെ കൂലി പോക്കും അല്ലേ. പക്ഷെ ഇവിടെ നോമ്പ് നോൽക്കാത്ത ഈ വ്യക്തിക്ക് ഈ രോഗം കാരണത്താൽ റമളാനിൽ പോലും രോഗിയായി കിടക്കുകയാണല്ലോ. അപ്പം എന്ത് ചെയ്തു? അള്ളാഹു മലക്കോട് പറഞ്ഞെന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഫൗജുറൂഹു, അവന് അജ്ർ എഴുതണം കേട്ടോ. എങ്ങനെ എഴുതണം? കമാ കുൻതും തുജറൂന ലഹു സഹിഹ, അവൻ സഹിഹാവുമ്പോൾ ആരോഗ്യമുള്ള കാലത്ത് അവൻ ചെയ്ത അതേ രൂപത്തിൽ എഴുതാൻ. എത്ര അനുഗ്രഹമല്ലേ, സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ നിലക്ക് രോഗം വന്നാലും അതും വലിയൊരു അനുഗ്രഹമായി മാറ്റുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ വാനമിറങ്ങുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യാ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ
അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇനി രോഗമൊന്നും കൊടുത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒന്നാം ഖുത്ബയെ പറഞ്ഞ മുഴുവൻ രോഗങ്ങളെ പറ്റിയാണ്. ഇനി അള്ളാഹു പറയുന്നത് സൂറത്ത് ഫുസ്സിലയിൽ അള്ളാഹു പറയുന്നു, വൈദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യന് നാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാൽ, ആരോഗ്യം, ഉഷാർ ആരോഗ്യം, നല്ല പൈസ, വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുടുംബത്ത് സമാധാനം ഇതൊക്കെ കണ്ട് കൊടുത്താൽ ആഹറല്ല അവൻ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചു കളി. നിങ്ങൾ നോക്കേണ്ടി, എല്ലാ സൗകര്യങ്ങളുള്ളവനും അധികം പള്ളിയിലുണ്ടാവില്ല, അത് ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവില്ല, അത് വലിയ ഭാഗ്യമാണ് അല്ലേ. മുഖം തിരിച്ചു കളി പറഞ്ഞത് അനുഗ്രഹം അല്ല കൊടുത്താൽ ശാരീരികമായ ആരോഗ്യം, സാമ്പത്തികമായ ആരോഗ്യം, കുടുംബപരമായ ബലം, നാട്ടിൽ സ്ഥാനമാനം, ഇതൊക്കെ അള്ളാഹിനോട് ചൊരിഞ്ഞാണ് കൊടുത്താൽ ആഹറല്ല അവൻ മുഖം തിരിച്ചു കളി അള്ളാഹുവിൽ നിന്ന്. നആബി ജാനിബിഹി, അവൻ അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോകും. നആബി ജാനിബി, അള്ളാഹുവിൽ നിന്ന് അകന്നുപോകും. പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട് അല്ലേ. നിങ്ങളൊന്ന് വെറുതെ പരിശോധിച്ച് നോക്കി, അള്ളാഹ് പറഞ്ഞത് ശരിയാണോ. എന്നിട്ടോ വൈദാ മസ്സഹുഷർ, ഇതേ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാലണ്ട് ഒടിഞ്ഞു, രണ്ട് കാലും. വണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടോ കാലണ്ട് ഒടിഞ്ഞു. എന്നാലോ അള്ളാഹ് പറയാ ഫദൂ ദുആഇൻ അരീൽ, പിന്നോന് കിടന്നും ഇരുന്നും നിന്നും ഭയങ്കരമായ പ്രാർത്ഥന, പടച്ചോനെ രക്ഷപ്പെടുത്തണം അല്ലേ. ആരോഗ്യമുള്ള സമയത്തോ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചു. എന്നിട്ടോ എന്ന് മാത്രമല്ല അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി അല്ലേ. അതുപോലെ തന്നെ അള്ളാഹു പറയാം വൈദാ മസ്സൽ ഇൻസാൻ ലുറുൻ ദആന, അവന് നമ്മോട് ദുആ ചെയ്യും. എങ്ങനെ? ആപത്ത് ബാധിച്ചാൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അപകടം ഞാൻ ഒന്നും വേണമെന്നില്ല, നല്ലൊരു സ്ഥലത്ത് ക്യാൻസർ, ബ്ലഡ് ക്യാൻസറോ അങ്ങനെയൊക്കെ വന്നാൽ എന്തുണ്ടാവും? അള്ളാഹു നമ്മെ ഇത്തരം രോഗത്തൊട്ട് കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് വരാൻ വേണ്ടിയല്ല, അള്ളാഹ് പറയാണ് ഫൈദാ മസ്സൽ ഇൻസാൻ ലുർ, ഒരു പ്രയാസം മനുഷ്യൻക്ക് നാം കൊടുത്താൽ ദാന അവൻ പ്രാർത്ഥിക്കുകയായി. സുമ്മൈദാ ഹവ്വൽനാ നിഅമത മിന്ന, പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു ഓൻ്റെ ആ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുത്തിട്ട് അനുഗ്രഹം ചൊരിഞ്ഞാലോ കാല അവൻ പറയും. അപ്പം പറഞ്ഞ ഒട്ടാങ്ങളോട് ഇതൊക്കെ അള്ളാഹ് പറയാം, ഇന്നമാ ഊത്തീത്തു അലാ ഇൽമ്, ഞാൻ അതിനൊക്കെ കഴിച്ചാൻ കാരണം ഇന്ന അറിവുകൊണ്ടാ, ഞാൻ ഇന്ന ഡോക്ടർക്ക് പോയതുകൊണ്ടാ, ഇന്ന മരുന്ന് കുടിച്ചോണ്ടാ, പെട്ടെന്ന് എനിക്ക് തോന്നി അവിടെ പോകണം, എനിക്ക് ടാറ്റയിൽ പോകണം തോന്നി, അതുകൊണ്ടാണ് ക്യാൻസറിന് കഴിച്ചിലായത്, അന്ന് അപ്പം തന്നെ പോയത് നന്നായി. ഇതൊക്കെ മുമ്പ് പറയാം. പ്രാവശ്യമൊക്കെ വിട്ട് അള്ളാനെ വിട്ട് കേട്ടോ. എന്നിട്ടോ ബൽ അള്ളാഹ് പറയാം, എന്നാൽ ഇവൻ്റെ ഈ വർത്താനം ഹിയ ഫിത്നത്തുൻ, ഈ പരീക്ഷണം രോഗം അവനൊരു പരീക്ഷണമായിരുന്നു. വലാക്കിൻ അക്സറുഹും ലാ യഅലമൂൻ, ഭൂരിപക്ഷം ആളുകൾക്ക് അതറിയില്ല. സൂറത്ത് സുമറിൽ അതേ സൂറയിൽ തന്നെ അള്ളാഹു മറ്റിടത്ത് പറയുന്നത് വൈദാ മസ്സൽ ഇൻസാൻ ലുറുൻ, ഒരു പ്രയാസം മനുഷ്യൻ കൊടുത്താൽ ദാ റബ്ബഹു മുനീബനിലേ, അങ്ങേയറ്റത്തെ മുനീബായിട്ട്, ഇത് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അത് ദുആ ചെയ്യുക. പടച്ചോനെ ഇഞ്ഞിൻ്റെ മേലിൻ്റെ ജീവിതത്തിൽ അച്ഛയത് ഒരു തെറ്റുണ്ടാവില്ല, അള്ളാഹുവെ നീയാണ് സാക്ഷി. അള്ളാനൊക്കെ സാക്ഷി നിർത്തി കിടന്നങ്ങനെ എന്താ പറയുക, തലയണ മുഴുവനും കണ്ണീര് നിറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ദുആ ചെയ്യും. അതല്ല പറയാം. സുമ്മ ഇദാ ഹവ്വലഹു നിഅമതു മിൻഹു, ആ പ്രയാസങ്ങളെല്ലാം നീക്കി ഒരു കുറച്ച് ആരോഗ്യം കൊടുത്താലോ നസിയമാക്കാന യദൂഇലൈഹി മിൻ ഖബൽ, മുമ്പ് പ്രാർത്ഥനയൊക്കെ മറക്കും. പിന്നെ അല്ലയൊന്നുമില്ല, നേരത്തെ ഇപ്പം അള്ളാഹിനോട് പറഞ്ഞൊക്കെ വിട്ട് അല്ലേ. നിങ്ങൾ കാണില്ല, നിങ്ങളും ഞാനും അങ്ങനെ തന്നെ അല്ലേ. അതാ അള്ളാഹ് പറയുന്നത്. എന്നിട്ട് ചിലരെന്ത് ചെയ്യുന്നു പറയും, ചിലരിൽ അതിലും വലിയ അപകട ചെന്ന് വിടുക. ഇതൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം വജാലില്ലാഹി അൻദാദൻ, ചിലരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ രോഗത്തെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ആൾക്ക് ഇന്ന ജാറം മൂടാൻ നേർച്ചാക്കിയിരുന്നു അവിടെ കിടക്കുമ്പോൾ ഉണ്ട്. അല്ല രോഗം മാറ്റിയപ്പോഴേ ഇന്ന ജാറം മൂടാൻ ഞാൻ നേർച്ചാക്കിയിരുന്നു, അതുകൊണ്ടാണ് കഴിച്ചിലായത്. ഒരുത്തൻ്റെ ഇത് വേറൊരുത്തനോ ഞാനൊന്ന് മടവൂർ ഔലിയൻ CM മടവൂർ ഔലിയൻ്റെ അടുത്ത് പോകാൻ പോവുക ഈ രോഗം മാറ്റിയതിന് നന്ദി പറയാൻ. കണ്ടോ, ഇതല്ല പറഞ്ഞു വജഅലലില്ലാഹി അൻദാദൻ, പിന്നെ അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കാൻ തുടങ്ങും. എന്നിട്ടോ ലി യുലില്ലാൻ സബീലി, അങ്ങനെ അള്ളാഹിൻ്റെ മാർന്ന് പിന്നെയും പേർക്കും. അങ്ങനെ സ്വർഗം പോയി നരകത്തിലായി, ഉറപ്പായില്ലേ. പിന്നെ അപ്പം അള്ളാഹ് പറയാ ഇത്തരം ആളുകൾ, ചില ആൾക്കാർ പറയില്ലേ അവിടെ പോയിട്ട് കുറേ രക്ഷ കിട്ടിയിട്ടുണ്ട് അല്ലേ. തുലാഭാരം നടത്തിയപ്പം ഗുരുവായൂർ പോയി തുലാഭാരം നടത്തിയപ്പം കുട്ടിയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലേ. പിന്നെ ഞാനും മുനമ്പത്തെ ബീവിൻ്റെ അടുത്ത് പോയതിൻ്റെ ശേഷമാണ് കച്ചവടം ഉഷാറായത്, ദുബായിലൊക്കെ കച്ചവടം ഉഷാറായി, ഇങ്ങനെ പലരും പറയാറുണ്ട് അല്ലേ. അതല്ല കാരണം, അത് അള്ളാഹ് പരീക്ഷിക്കാം. എന്നിട്ട് അള്ളാഹ് പറയാം കുൽ
അത്തരം ആളുകളോട് നബിയെ പറഞ്ഞേക്കൂ, തമത്തബി കുഫ്രിക ഖലീല, അല്പകാലം സുഖിച്ചോളി, ഒരു വിരോധമില്ല, സുഖിപ്പിക്കുകയാണ് അല്ല. കാരണം എന്താ, ഇത്തരം ആളുകളോട് അല്ല പറയാം, ഇന്നക മിൻ അസ്ഹാബിന്നാർ, നീ നരകത്തിന്റെ അഹ്ലുകാരനാണ്, അതുകൊണ്ട് നീ സൂചിച്ചോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ചിലപ്പോൾ നമ്മൾ ഈമാനുള്ള ആളുകൾക്ക് ചിലപ്പോൾ സുഖം ദുനിയാവ് കുറയും. അപ്പോൾ ദുനിയാവ് കുറഞ്ഞാലും പരലോകത്ത് നമുക്ക് എമ്പാടും വാരിക്കോരി ലഭിക്കും. അത്തരം മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിരവധി പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും ഇസ്തിർജാ ചെയ്യാനും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഹ്തദുകളായ സന്മാർഗികളായ അള്ളാഹു റഹ്മത്ത് ചൊരിയുന്ന, അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗപ്പൂങ്കാവനമാക്കി നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫയല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുകയും അതിന് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اجعلنا مع القوم الصالحين. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.